ഓം 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 ഗം ഗണപതിയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാലക്ഷ്മി സരസ്വതി സാവിത്രി രാധാദേവ്യേ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണീ പ്രസീദ മായാമി മന്ത്രഗൃഹേ പ്രസീദ സർവേശ്വരി സർവ്വരൂപിണീ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം മാനോ ഭദ്രാഹാകൃതഭോ ഇന്ദു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത്താചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹം കാരണമായി നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ പൂർവ്വഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 39ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിന് പറഞ്ഞിരിക്കുന്ന മന്ത്രം ഓം ശ്രീ ജനന്യൈ നമഃ. ഓം ശ്രീ ജനന്യൈ നമഃ. സ്തോത്രജപത്താൽ ഉണ്ടാകുന്ന പുണ്യബലം കാരണം എന്ത് സംഭവിക്കും നോക്കുകയാണെങ്കിൽ, ദുർസ്വപ്ന ദോഷ നിവർത്തിത്വം, ദുർസ്വപ്നങ്ങളുടെ ദോഷത്തെ ഇല്ലാമ ചെയ്യാൻ ഈ സ്തോത്രം ഉപകരിക്കുന്നു. സങ്കല്പത്തിൽ ദുർസ്വപ്ന ബാധ നിവർത്യർത്ഥം ഏകോന 40 സ്തോത്രം ജപേത് എന്ന് പറയണം. സ്തോത്രത്തിൻ്റെ മഹാത്മ്യം സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നാം പഠിച്ചു സഹസ്രാരപത്മം, ആജ്ഞാചക്രം, വിശുദ്ധി ചക്രം, അനാഹത ചക്രം. അതിനുശേഷം അടുത്ത് വരുന്നത് മണിപൂരകമാണ്. പക്ഷെ മണിപൂരകത്തെ സ്കിപ്പ് ചെയ്ത് ചാടി സ്വാധിഷ്ഠാന ചക്രത്തിലേക്കാണ് പോകുന്നത്. അതിന് കാരണം നമ്മൾ മനസ്സിലാക്കും. ജപിക്കേണ്ട രീതി രാവിലെ കിഴക്ക് അല്ലത് വടക്ക് മുഖമായി ഇരുന്ന് 12 ദിവസവും 108 പ്രാവശ്യം വീതം ഈ ശ്ലോകത്തെ ജപം ചെയ്താൽ സ്വപ്നഭയം അല്ലെങ്കിൽ ദുർസ്വപ്നത്താൽ സംഭവ്യമാകുന്ന ദോഷങ്ങൾ ഇതെല്ലാം അപ്രത്യക്ഷമായിത്തീരും, ഇല്ലാതായിത്തീരും. നിവേദിക്കേണ്ടത് തേൻ, പാൽ, പായസം, പൊങ്കൽ, കൂടാതെ ദധ്യാന്നം. ദധ്യാന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് ചോറ്. ഇതും ദേവിക്ക് നിവേദിക്കേണ്ടതാകുന്നു. സ്തോത്രത്തിലെ ചക്രം ചതുരാകൃതിയാകുന്നു, പക്ഷേ സമചതുരമല്ല, റെക്ടാങ്കിൾ ടൈപ്പ്, ഹൊറിസോണ്ടലായിട്ടുള്ള ചതുരമാണ്. അതിനകത്ത് ടം, പം, പഹ, ഷം, സം എന്നുള്ള ബീജാക്ഷരങ്ങളെ മുകളിൽ ടം, പം, പഹ് എന്ന് പറയുന്ന 3 അക്ഷരങ്ങൾ മുകളിലും അതിനെ ചുവടെയായി ഷം, സം എന്നുള്ള ബീജാക്ഷരങ്ങളെയും എഴുതിയാണ് ഈ ചക്രത്തെ വരച്ച് അതിൽ പരാശക്തിയെ ധ്യാനിച്ച് പഞ്ചോപചാര പൂജ ചെയ്ത് മന്ത്രജപം ചെയ്ത് സിദ്ധി അടയേണ്ടത്. ശ്ലോകം എന്ത് പറയുന്നു നോക്കാം. തവ സ്വാധിഷ്ഠാനേ ഹുതവഹം അധിഷ്ഠായ നിരതം തം ഈദേ സംവർദ്ധം ജനനി മഹതീം താം ച സമയാം യദാലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്രാ യാ ദൃഷ്ടിഃ ശിശിരമുപചാരം രചയതി. തവ സ്വാധിഷ്ഠാനേ ഹുതവഹതമധിഷ്ഠായ നിരതം തമീരേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യദാലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്രാ യാ ദൃഷ്ടി ശിശിരമുപചാരം രചയതി. തവ സ്വാധിഷ്ഠാനേ, സ്വാധിഷ്ഠാന ചക്രത്തിലെ ജ്വലിക്കുന്ന അഗ്നിമയമായിരിക്കുന്ന അഗ്നിസ്വരൂപമായിരിക്കുന്ന ശിവശക്തികളുടെ സംഗമത്തെയും ദർശനത്തെയുമാണ് ആദിശങ്കര ഭഗവത്പാദർ സമയാചാര പൂജയിലെ അധിഷ്ഠാന ദേവതകളായിരിക്കുന്ന സപ്തയോനികളിൽ ഒരുവളായ കാകിനി എന്നുള്ള പേരിൽ പരാശക്തി സ്വാധിഷ്ഠാന ചക്രത്തിൽ ഇരുന്ന് പരാശക്തിക്ക് വേണ്ടതായ ഉപചാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. 6 ദളങ്ങളുള്ള പത്മമാകുന്നു സ്വാധിഷ്ഠാന ചക്രം. ചതുർമുഖിയായിരിക്കുന്ന ദേവി സ്വാധിഷ്ഠാനാം ഭുജഗത ചതുർവക്ത്ര മനോഹര ശൂലാധ്യായുധ സമ്പന്ന പീതവർണ അധിഗർഭിതായേ നമഃ മേധോനിഷ്ഠ മധുപ്രീത വന്ദിന്യാദി സമന്വിത ദദ്ധന്യാ സക്തഹൃദയ കാകിനീ രൂപതാരണ്യേ നമഃ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. 4 മുഖങ്ങൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അതുപോലെ തന്നെ
ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്നുള്ള ചതുർപുരുഷാർത്ഥങ്ങളും സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം എന്നുള്ള ചതുർ ഈശ്വര കൃത്യങ്ങളെയും അനായാസേന നിർവഹിക്കാൻ ശക്തിയുള്ള മഹാസൗന്ദര്യവതിയായിരിക്കുന്ന മഞ്ഞ വർണ്ണത്തിൽ ജ്വലിക്കുന്ന ദേവിയാകുന്നു. മേധസ്, അതായത് കൊഴുപ്പ്, സപ്തധാതുക്കളിലെ മേധസ്സിൻ്റെ ആദിത്യം ആണ് വഹിക്കുന്നത് ഇവിടെയുള്ള ദേവി. ബന്ദിനി മുതൽ ലംബോഷ്ടി എന്നുള്ള 6 ദേവിമാര് പരാശക്തിക്ക് പരിചാരം ചെയ്യുന്നു. അഗ്നിതത്വമാകുന്നു ഈ സ്വാധിഷ്ഠാന ചക്രത്തിലെ മഹത്വം. ഇപ്പോൾ ഭഗവത്പാദർ ധ്യാനിച്ച് ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും ഇതിൽ പ്രാധാന്യം, നമ്മളിപ്പോൾ അവരോഹണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പിൽ തന്നെ ആരോഹണം പഠിച്ചു കഴിഞ്ഞു. അവരോഹണത്തിൽ ശിരസിലെ ബ്രഹ്മരന്ധ്രം എന്ന് പറയപ്പെടുന്ന സഹസ്രാര പത്മത്തിൽ നിന്ന് തുടങ്ങി, അതായത് ചിച്ഛിദ്രമണ്ഡലത്തിൽ നിന്ന് തുടങ്ങി ചന്ദ്രമണ്ഡലം കടന്ന് ഇപ്പം സൂര്യമണ്ഡലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സൂര്യമണ്ഡലം കഴിഞ്ഞ് അഗ്നിമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ സാധകൻ പരാശക്തിയെ ധ്യാനിച്ചു നോക്കുമ്പോൾ ഭഗവത്പാദർക്ക് ശക്തി കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഏത് രൂപത്തിലാണ് എൻ്റെ സാന്നിധ്യത്തെ അവിടെ നൽകുന്നത് എന്ന്. തവ സ്വാധിഷ്ഠാനെ, നിന്റെ സ്വാധിഷ്ഠാന ചക്രത്തിൽ വാണരുളുന്ന പരാശക്തി ഹുതവഹം, അഗ്നിതത്വത്തെ വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഗ്നിതത്വത്തിന് കാരണമായിരിക്കുന്ന മഹാശക്തി സ്വരൂപിണി, അധിഷ്ഠായ, അവിടെ ആരോപിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന അവിടുത്തെ കാകിനി എന്ന ദേവിയുടെ ഉപചാരങ്ങളെയെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ ദേവി ഇരിക്കുന്നത്. നിരതം തം ഈഢേ, എല്ലായ്പ്പോഴും ഞാൻ സ്തുതിക്കുന്നു, ഇടവിടാതെ സ്തുതിക്കുന്നു. സംവർത്തം, പ്രളയാഗ്നിരൂപനായിരിക്കുന്ന പരമേശ്വരനെ, കാലാതിരുദ്രനാകുന്നു അവിടെ. മഹതിയും, ആ മഹാപ്രളയ കാലാഗ്നിജ്വാലയായി ജ്വലിക്കുന്ന പരാശക്തി, താം ച, അപ്രകാരമുള്ള നിന്നെയും നിന്റെ ഭർത്താവായ പരമശിവനെയും, രുദ്രൻ രുദ്രാണി എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. സമയാം, സമയ എന്ന് പറയപ്പെടുന്ന മഹത്വത്വത്തിനെ സമയ എന്ന് പറയപ്പെടുന്നു. രുദ്രൻ രുദ്രാണി സമയ, സമയ എന്ന് വെച്ചാൽ ഇവിടെ പരാശക്തി. തക്ക സമയത്ത് എന്നുള്ള ഒരു അർത്ഥവും ഇവിടെയുണ്ട്. സമയ എന്ന് വെച്ചാൽ രഹസ്യമായിരിക്കുന്ന തത്വം എന്നുമുണ്ട്. പിന്നെ ഒന്ന് അവസാനമില്ലാതെ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വം എന്ന അർത്ഥവും സമയത്തിനുണ്ട്. ലോകത്തെ തന്നിൽ അടക്കുന്ന മഹാശക്തി ഏതോ അതിന് സമയം എന്ന് പറയുന്നു. സ എന്ന് വെച്ചാൽ ലോകം, മയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന ശക്തി. പ്രപഞ്ചത്തിൽ എന്ത് വേണം എന്ത് വേണ്ടാം എന്ന് തീരുമാനിക്കുന്നത് ശക്തിയുടെ മാത്രം ഒരു ഇച്ഛയാകുന്നു. ശക്തി ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നുള്ള 3 ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത്. അത് നവഗ്രഹങ്ങൾ വഴിക്ക് അവരുടെ ശക്തികൾ വഴിയായി പ്രയോഗിക്കുന്നു. അങ്ങനെ യഥാലോകെ, യാതൊരു രുദ്രശക്തികളുടെ ആ ലോകം, ആ ലോകത്തിന് 2 അർത്ഥമുണ്ട് ഇവിടെ. ലോകത്തിൽ സമാശ്രയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ വന്നു ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഏത് ലോകമാണോ അത്. ലോകാൻ ദഹതി, ലോകങ്ങളെ ദഹിപ്പിക്കുന്നു. ആരാ ദഹിപ്പിക്കുന്നത്? കാലാഗ്നി രുദ്രനായിരിക്കുന്ന ഭഗവാൻ രുദ്രാണിയോടുകൂടി ചേർന്ന്, ഇവർ 2 പേരും കൂടി ചേർന്നാണ് ഈ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ സൃഷ്ടിക്രമങ്ങളെയെല്ലാം ഉന്മൂലനാശനം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയപ്പെടുന്നത് ജനനേന്ദ്രിയത്തിന് പിന്നിലുള്ള ഒരു ചക്രമാകുന്നു. ജനനേന്ദ്രിയത്തെ ചലിപ്പിക്കുന്നതും ജനനേന്ദ്രിയം വഴിയാണ് സൃഷ്ടി ഉണ്ടായിത്തീരുന്നത്. ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും എല്ലാവിധമായ 4 വിധത്തിലാണ് ജനിക്കപ്പെടുന്നത്. എങ്കിൽ പോലും അതിൽ പ്രാധാന്യം നൽകുന്നത് യോനി സംഭവ, അതായത് സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ശക്തി കൊണ്ടും വീര്യം കൊണ്ടും ആണ് എല്ലാ ജീവരാശികളും ജീവിക്കുകയും ജനിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ശിവശക്തി ഐക്യമായിരിക്കുന്ന രുദ്രനും രുദ്രാണിയും, രുദ്രന് എത്രത്തോളം അഗ്നിസ്വരൂപനാണോ അത്രയും അധികം അഗ്നിസ്വരൂപിയാണ് ഈ രുദ്രാണി. അവരെ പിരിച്ചു മാറ്റാൻ പറ്റാത്തൊരു ശക്തിയാകുന്നു. ശിവനും ശക്തിയും എപ്പോഴും ചേർന്ന് തന്നെ ഇരിക്കുന്നത് കൊണ്ട് രുദ്രൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം രുദ്രാണിയും ഉണ്ടാവും. അതുപോലെ തന്നെ രുദ്രാണി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം രുദ്രനും ഉണ്ടാവും. ഇതാണ് അതിൻ്റെ രഹസ്യം. ലോഹാൻ ദഹതി, ലോഹങ്ങളെ ദഹിപ്പിക്കുമ്പോൾ മഹതി എന്ന് പറയപ്പെടുന്ന ദേവി, അതാണ് സമയ. ക്രോധകലിരെ, ഈ രുദ്രനും രുദ്രാണിയുടെയും ക്രോധം കൊണ്ട്, ദേഷ്യം കൊണ്ട്, കോപതാപങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തെ അവർ നിർദ്ദയം ഇല്ലാതാക്കി തീർക്കുന്നത്. കോപാഗ്നി നിമിത്തമാണ്
സംഹാരത്തെ ചെയ്യുന്നത്. ദയാദ്രായാ ദൃഷ്ടി, പക്ഷേ മഹത്തായിരിക്കുന്ന, മഹത് എന്ന പേരിൽ അറിയപ്പെടുന്ന, സമയ എന്ന് പറയപ്പെടുന്ന പരാശക്തി തൻ്റെ ദയാദൃഷ്ടി കൊണ്ട്, ദയാർദ്രായാ ദൃഷ്ടി, ദയോടുകൂടിയ ദൃഷ്ടി കാരണം, പരാശക്തിക്ക് ദയോടുകൂടിയ ദൃഷ്ടിയാകുന്നു. ശിശിരമുപചാരം രചയതി, കുളിർന്ന, അതായത് ശശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രപ്രഭയിൽ നിന്നും വരുന്ന കുളിർമ പോലെ ജനങ്ങളുടെയും ലോകത്തിൻ്റെയും എല്ലാം പ്രളയാഗ്നിയിൽ വെന്തു മരിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം പുനരുദ്ധാരണം ചെയ്യപ്പെട്ട് പുനർജന്മം നൽകുന്ന കരുണാർദ്രയായിരിക്കുന്ന പരാശക്തി, ആ ശക്തിയുടെ അനുഗ്രഹത്തെ ഞാൻ എപ്പോഴും ശിരസാ നമിക്കുന്നു, ധ്യാനിക്കുന്നു, വന്ദിക്കുന്നു എന്ന് പറയപ്പെടുന്നു. സ്വാധിഷ്ഠാന ചക്രം അഗ്നിതത്വത്തിൻ്റെ ഉത്പത്തി സ്ഥാനമാകുന്നു. അതെല്ലാവർക്കും അറിയാം. ആ അഗ്നിയിൽ പ്രളയകാലാഗ്നിയെ ആരോപണം ചെയ്താണ് കാലാഗ്നി രുദ്രൻ വാസം ചെയ്യുന്നത്. അതിൻ്റെതായ കാരണം എന്താണ്? നമ്മളെല്ലാം പലതും സാധിക്കുവാൻ വേണ്ടി ജീവിതത്തിൽ പല കാര്യങ്ങളെയും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങളെയും നമ്മൾ സാധിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവവും. കാരണം ദൈവത്തെ നമ്മളെ മാതിരി ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഭഗവാൻ മനുഷ്യരൂപേണ എന്ന് ഒരു പ്രസിദ്ധമായ വാക്യമുണ്ട്. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയപ്പെടുമ്പോൾ ഒരു ജീവിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത്, ആ കാലാഗ്നിരുദ്ധനായിരിക്കുന്ന പരമേശ്വരൻ വളരെ സൗമ്യമായിരുന്നു ഒരു കാലത്ത്. അപ്പോഴാണ് പരമശിവൻ എന്ന പേരിൽ, ശങ്കരൻ എന്ന പേരിൽ യഥാകാലത്തും സന്തോഷമായിക്കൊണ്ട് ലോകങ്ങളെയെല്ലാം വേദത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. വേദം, ആഗമം, ഉപനിഷത്ത്, വേദാന്തം, അങ്ങനെ പലവിധമായ രീതിയിൽ ഈ ജ്ഞാനത്തെ ലോകത്തിലേക്ക് മുഴുവൻ എത്തിച്ചു കൊടുക്കുന്നു. അത് കാരണം ശബ്ദത്തിൽ നിന്നും രൂപം ഉത്പത്തിയായി. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ പല ജീവരാശികളും പല തത്വങ്ങളും ഉണ്ടായിത്തീർന്നു. അവയെല്ലാം ഭോഗിക്കുവാനും അവയെല്ലാം സംരക്ഷിക്കുവാനും മനുഷ്യന് കടമയുണ്ട്. ലോകത്തിൽ ഒരു ജീവജാതികളും ഒന്നിനെയും നശിപ്പിക്കാറില്ല. മനുഷ്യൻ മാത്രമാണ് എല്ലാത്തിനെയും നശിപ്പിക്കുന്നത്. നമ്മളുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ലോകത്തിൽ ഏതോ ഒരു ശക്തിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സിവിലൈസേഷൻ ഈസ് ലീഡിങ് ടു ഡിസാസ്റ്റർ ഇൻ ദ എൻവയറൺമെൻറ്റ്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള AC ഈസ് പ്രൊഡ്യൂസിങ് മോർ CO2. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാഹനങ്ങളെല്ലാം CO2. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ തത്വങ്ങൾക്കും സൈഡ് എഫക്ട്സ് ഉണ്ട്. ദൈവം പ്രകൃതിയാ തന്നിരിക്കുന്ന, പ്രകൃതി സ്വരൂപമായിരിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് മാത്രമേ സൈഡ് എഫക്ട്സ് ഇല്ലാത്തുള്ളൂ. അതാണ് ഈശ്വര സൃഷ്ടിക്കും മനുഷ്യ സൃഷ്ടിക്കുമുള്ള വ്യത്യാസം. മനുഷ്യൻ വിജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കുന്നു, ഈശ്വരൻ ജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കുന്നു. ജ്ഞാനത്തിന് ചുവടെയാണ് വിജ്ഞാനം. വിജ്ഞാനത്തിലൂടെ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ സാധ്യവുമാണ്. പക്ഷെ ജ്ഞാനത്തിലൂടെ വിജ്ഞാനത്തെ വെല്ലുവിളിക്കാൻ സാധിക്കും. വിജ്ഞാനത്തിലൂടെ ജ്ഞാനത്തെ വെല്ലുവിളിക്കാൻ സാധ്യമല്ല. അങ്ങനെ ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രകൃതിയും പ്രകൃതിയിലെ സുഖവാസ സൗകര്യങ്ങളെയും എല്ലാത്തിനെയും മനുഷ്യൻ നശിപ്പിച്ച് നശിക്കുമ്പോൾ ആ മനുഷ്യന് കൊടുക്കുന്ന ഒരു പനിഷ്മെന്റ് അവന് ദണ്ഡം കൊടുത്താണ്, അല്ലേ? കാരണം ചൊല്ലിക്കോട് തല്ലിക്കോട് തള്ളിക്കള എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. അതുപോലെ തന്നെ സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നാണ് ചതുരുപായങ്ങളായിരിക്കുന്ന ദണ്ഡനീതി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് പൊറുതിമുട്ടി മനുഷ്യന്മാരുടെ ജീവിത രീതിയിൽ അവർ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ കാരണം ലോകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം ദേഷ്യം വരുന്നു. ആ ദേഷ്യം വന്ന അദ്ദേഹം പ്രളയാഗ്നിയെ തൻ്റെ തൃക്കണ്ണിൻ്റെ മൂന്നാം കണ്ണിലൂടെ പ്രത്യക്ഷപ്പെടുത്തി ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നു. നമ്മളുടെ ലോകം എന്ന് പറയുന്നത് കാമാസക്തിയാകുന്നു. കാമമാണ് നമ്മൾ കാണുന്ന ലോകം. ദൈവം കാണുന്ന ലോകം കാമമല്ല. അതുകൊണ്ട് നാം സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിയിൽ പ്രകൃതിയാവുള്ള ഒന്നും തന്നെ യാതൊരു വിധത്തിലും ഉപദ്രവകാരികളല്ല. ഇപ്പോൾ റോഡ് ഇടണം എന്ന് പറഞ്ഞ് പല മലകളെയും കുത്തിപ്പൊളിക്കുകയും പൊട്ടിക്കുകയും അതിലൂടെ ചതുരംഗ പാതകൾ നിർമ്മിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അടുത്തുള്ള ഭൂപ്രദേശം, മലപ്രദേശങ്ങളെല്ലാം ചുവടെ വീണ് നശിക്കും. അങ്ങനെ പ്രകൃത്യാവുള്ള എല്ലാത്തിനെയും നശിപ്പിക്കാൻ പുറപ്പെടുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കണ്ട് മടുത്ത് ദേഷ്യം വന്ന് ഒടുവിൽ സംഹാരമൂർത്തിയായിരിക്കുന്ന കാലാഗ്നിരൂപനായി രുദ്രൻ
തൻ്റെ കോപാഗ്നിയെ ജനിപ്പിച്ച് ഈ ലോകത്തിലെ എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരിക്കുന്ന പരാശക്തി, രുദ്രാണി എന്ന പേര്, ശക്തിയും ശിവന് വന്ന ദേഷ്യം പോലെ തന്നെ ശക്തിക്കും ദേഷ്യം വന്ന് രണ്ടുപേരും കൂടി വമിക്കുകയാണ്. അങ്ങനെ അഗ്നിജ്വാലകൾ ലോകം മുഴുവൻ പരക്കുമ്പോൾ അതിന് ശീതളമായിരിക്കുന്ന കുളിർമയേകുന്ന ഒരു മഴ, അതായത് പ്രളയകാലത്തിൽ 7 ദിവസം നിർത്താതെ ലോകം മുഴുവൻ മഴ പെയ്യുമെന്നാണ് പറയുന്നത് ഈ ഭൂലോകത്തിൽ. അങ്ങനെയാണ് ഈ അഗ്നിയെ ശമിപ്പിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം എന്ന് പറയുന്ന അധ്യായത്തിൽ. അങ്ങനെ കാലാഗ്നി രുദ്രാണിയും ചേർന്ന് തീജ്വാല, ഭഗവാൻ തീയാണെങ്കിൽ അതിലെ ജ്വാല ശക്തിയാകുന്നു. അതാണ് ഇവിടുത്തെ മഹത്വം. അങ്ങനെ ഈ കാലാഗ്നി രുദ്രനായിരിക്കുന്ന പരമശിവൻ അല്ലെങ്കിൽ രുദ്രൻ തീജ്വാലയെ വമിക്കുമ്പോൾ അത് നിമിത്തം ലോകം വെന്ത് ചാമ്പലാകുന്നു. അപ്പോൾ പരാശക്തി എന്ന് പറയപ്പെടുന്ന മഹത് ശക്തി മണിപൂരക ചക്രത്തിൽ ഇരുന്നു കൊണ്ട്, അതുകൊണ്ടാണ് മണിപൂരക ചക്രത്തിനെ ആദ്യം സ്കിപ്പ് ചെയ്ത് നേരെ സ്വാധിഷ്ഠാനത്തിലേക്ക് പോയത്. അങ്ങനെ മണിപൂരക ചക്രത്തിൽ ഇരുന്നു കൊണ്ട്, മണിപൂരക ചക്രം എല്ലാവർക്കും അറിയാം, 10 ദളങ്ങളുള്ള ചക്രത്തിൽ മുഴുവൻ മാക്സിമം വാട്ടർ കണ്ടന്റ് ആണ്, അല്ലേ? വയറിലാണല്ലോ എല്ലാ കഴിക്കുന്ന ആഹാരങ്ങളും. വെള്ളം, ജലം അധികമായിരിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ശീതളമായിരിക്കുന്ന തൻ്റെ ദൃഷ്ടിയെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് പതിപ്പിച്ച്, അതായത് നാം കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് ജീവരാശികളെ ജനിപ്പിക്കാൻ ശക്തിയുള്ള ബിന്ദുവിനെയും നാദത്തെയും ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് പരാശക്തിയുടെ അനുഗ്രഹം നൽകുന്നു. അതായത് ശക്തിയുടെ കരുണാമയമായിരിക്കുന്ന ദൃഷ്ടിയാകുന്നു പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. കാലാഗ്നിരുദ്രനും ശക്തിയും കൂടി ലോകങ്ങളെ ഭസ്മീകരിക്കപ്പെടുമ്പോൾ മണിപൂരക ചക്രത്തിൽ പതിച്ച പരാശക്തിയുടെ, അതാണ് ദയാർദ്ര എന്ന് പറയപ്പെടുന്നത്, പരാശക്തിയുടെ ദയോടുകൂടി ആ ദേവീ ദൃഷ്ടിയാകുന്നു ഈ ലോകങ്ങൾക്ക് ശശിരോപചാരം, അതായത് ചന്ദ്രദൃഷ്ടി പോലെ ആ കുളിർമയായ ഉപചാരത്തെ ചെയ്ത് സംഹാരരുദ്രനാൽ ദഹിപ്പിക്കപ്പെട്ട ബ്രഹ്മാണ്ടത്തിൻ്റെ പുനരുത്പത്തി ശ്രീദേവി നിമിത്തമായി സംഭവിക്കുന്നു എന്ന് പറയുന്നു. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ശക്തിയുടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ജ്ഞാനശക്തി എന്ന് പറയപ്പെടുന്നത് പ്ലാനറ്റ്സിൻ്റെ എല്ലാം സ്ഥിരമായിരിക്കുന്ന സ്റ്റേഷനറി പൊസിഷനാകുന്നു. ഇച്ഛാശക്തി എന്ന് പറയപ്പെടുന്നത് പ്ലാനറ്റ്സിൻ്റെ എല്ലാം റിട്രോഗ്രേഷൻ ആകുന്നു. ക്രിയാശക്തി എന്ന് പറയപ്പെടുന്നത് പ്ലാനറ്റ്സിൻ്റെ ഫോർവേഡ് മോഷൻ ആകുന്നു. സൂര്യനും ചന്ദ്രനും എപ്പോഴും ഭൂമിക്കും ഫോർവേഡ് മോഷൻ മാത്രമേ ഉള്ളൂ, പ്രദക്ഷിണമായിട്ട് ചുറ്റാറുള്ളൂ. പക്ഷേ മറ്റ് 7 ഗ്രഹങ്ങളും അപ്രദക്ഷിണമായി ചുറ്റുന്നവരാകും. പ്രദക്ഷിണമായും അപ്രദക്ഷിണമായും ചുറ്റും, 2 രീതിയിൽ ചുറ്റും അവർ. അങ്ങനെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയപ്പെടുന്നത് തന്നെ പരാശക്തിയുടെ റിട്രോഗ്രേഷൻ, സ്റ്റേഷനറി പൊസിഷൻ ആൻഡ് ഫോർവേഡ് മോഷൻ എന്നുള്ള ഈ 3 ചലനങ്ങളെയാണ് പ്ലാനറ്റ്സ് ചെയ്തു വരുന്നത്. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന, ഭൂമിയോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഈ സൗരയൂഥത്തിലെ പ്ലാനറ്റ്സ് ആണ് ഇവിടുത്തെ ജീവരാശികളുടെ ജീവിതത്തിന് കാരണമായിരിക്കുന്നത്. ഭൂമി തന്നെ നശിക്കാതെ സംരക്ഷിക്കപ്പെടുന്നത് വ്യാഴൻ എന്നുള്ള ജുപ്പിറ്റർ ഉള്ളതുകൊണ്ടാണ്. ജുപ്പിറ്റർ ഇല്ലെങ്കിൽ ഭൂമി എന്നോ എവിടെയോ തട്ടിത്തെറിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ സൗരയൂഥത്തിൽ ഈ സഞ്ചാരപാതയിൽ ഭൂമി ഇന്നുണ്ടാവില്ല. ഭൂമിക്ക് വരുന്ന എല്ലാ നാശനഷ്ടങ്ങളെയും പ്രശ്നങ്ങളെയും താങ്ങി നിർത്തുന്നത് ഒരു കുട പോലെ, മഴക്കാലത്ത് കുട എങ്ങനെ ഉപകരിക്കുന്നുവോ അതുപോലെ തന്നെ ഈ ഭൂമിയെ സംരക്ഷിക്കുന്നത് മൊത്തം മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും വ്യാഴഗ്രഹത്തിനാണ് ഉള്ളത്. വ്യാഴഗ്രഹം ഇല്ലെങ്കിൽ ഭൂമിയില്ല. ഈ വ്യാഴം എന്ന് പറയുന്നതാണ് മഹാവിഷ്ണു, ശ്രീമൻ നാരായണൻ. നാരായണൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സ്ഥിതി എന്ന് പറയപ്പെടുന്ന സൃഷ്ടി സ്ഥിതി സംഹാരത്തിലെ തൃകർത്തവ്യങ്ങളിലുള്ള സ്ഥിതി എന്ന് പറയപ്പെടുന്ന സംരക്ഷണ, അഡ്മിനിസ്ട്രേഷൻ, അഫയേഴ്സ്. അത് മുഴുവൻ നമ്മുടെ ആധ്യാത്മികത്തിൽ വിഷ്ണു ഭഗവാനും സ്ഥൂലഗ്രഹങ്ങളിൽ വിഷ്ണു ഭഗവാന്റെ പ്രതീകമായിരിക്കുന്ന വ്യാഴഗ്രഹവുമാകുന്നു. വ്യാഴദൃഷ്ടിയാണ് എല്ലാ പാപങ്ങൾക്കും പരിഹാരം. അതുപോലെ തന്നെ വിഷ്ണു ഭജനമാണ് സർവസായുജ്യ പദവിയിലേക്കും ഒരു ജീവനെ എത്തിച്ചു ചേർക്കുന്നത്. വിഷ്ണുമായ വിലാസിന്നേ നമഃ എന്ന് മഹിഷാസുരപത്നി സ്തോത്രത്തിൽ ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയെ വിളിക്കുന്നു. വിഷ്ണുവിൻ്റെ രൂപത്തിൽ തൻ്റെ വിലാസമുള്ളവൾ. പരാശക്തിയുടെ അഡ്രസ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠം. മണിദ്വീപമാണെങ്കിൽ പോലും ശക്തി പറയുന്നത് വിഷ്ണുവിലൂടെയാണ് നീ എന്നെ മനസ്സിലാക്കേണ്ടത്.
വിഷ്ണു എൻ്റെ സഹോദരനാകും, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ജനിച്ചിട്ടുള്ളവരാണ്. ആ വിഷ്ണു മുകുന്ദ മുക്തിനിലയാ മൂലവിഗ്രഹരൂപിണ്യേ നമഃ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു. അങ്ങനെയാണ് മുകുന്ദനായിരിക്കുന്ന ഈ മഹാവിഷ്ണുവിന് മോക്ഷം നൽകുവാനുള്ള, മുക്തി നൽകുവാനുള്ള ഒരു അനുഗ്രഹം, ഒരു ശക്തി പരാശക്തി നൽകുന്നത്. അതുകൊണ്ട് രുദ്രദൃഷ്ടി നശിപ്പിക്കുന്നു, ദേവീ ദൃഷ്ടി തണുപ്പിക്കുന്നു. ഭാര്യയും ഭർത്താവും ഒരു കുടുംബത്തിൽ എങ്ങനെയെല്ലാം പ്രയത്നിച്ച് ഒരു കുടുംബത്തെ നയിക്കുന്നുവോ അതുപോലെ തന്നെ രുദ്രൻ എന്തെങ്കിലും അബദ്ധം കാട്ടി തീർക്കുകയാണെങ്കിൽ, അബദ്ധമല്ല, അദ്ദേഹം സംടൈം കുറച്ച് ഓഫ് ട്രാക്കാണ്, മറ്റുള്ള ദൈവങ്ങളെമാരെയല്ല. അങ്ങനെ കാട്ടുമ്പോൾ ഈ രുദ്രാണി അല്ലെങ്കിൽ പരാശക്തി ഉടനെ തന്നെ അവിടെ വന്ന് നിന്ന് പാസിഫൈ ചെയ്യുന്നു. അച്ഛൻ ശകാരിക്കുമ്പോൾ അമ്മ തടുത്തു നിർത്തുന്നത് പോലെ അങ്ങനെ മക്കളെ സംരക്ഷിക്കാനുള്ള ആ ജിജ്ഞാസ അല്ലെങ്കിൽ ആഗ്രഹം ഒരമ്മ പ്രകടിപ്പിക്കുന്നത് പോലെയാണ് പരാശക്തി ഒരു ഭക്തനെ സംരക്ഷിച്ചു വരുന്നത്. അതായത് ഇനിയൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പ്രളയകാലത്തിലെ രുദ്രന്റെ അഗ്നിപമനം പോലെയാകുന്നു സ്വാധിഷ്ഠാന ചക്രത്തിലെ കാമം എന്ന് പറയപ്പെടുന്ന ഒരു വികാരം. ഈ കാമത്തിന് കണ്ണില്ല, കാമത്തിന് വയസ്സില്ല, കാമത്തിന് രൂപനാമങ്ങളില്ല. അത് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കും. അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു സാധകന് തൻ്റെ അന്ത്യ അഭിലാഷമായിരിക്കുന്ന മോക്ഷം എന്ന് പറയപ്പെടുന്ന ചിച്ഛന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ലാതായിത്തീരുന്നു ഈ കാമദാഹം കൊണ്ട്. അങ്ങനെയുള്ളവനെ രക്ഷിക്കുകയാണ് പരാശക്തിയുടെ കർത്തവ്യം. സവ്യാപ സവ്യമാർഗസ്ഥ സർവ ആപത് നിവാരിണ്യേ നമഃ ലളിതാ സഹസ്രനാമത്തിൽ ഒരു പുണ്യനാമമുണ്ട്. രണ്ട് പുറത്തും കാവൽ നിൽക്കുകയാണ് ദേവി. ഒരു സാധകൻ എനിക്ക് സാധാരണ ചെയ്യണം, ഞാൻ ഈ ഷഡ്ചക്രങ്ങളിലൂടെ കടന്ന് പരാശക്തിയെ കൂട്ടിക്കൊണ്ടുപോയി ആ ദേവിയുടെ ഭർത്താവായിരിക്കുന്ന ശിവനുമായി സംയോജിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള സിദ്ധാന്ത ബുദ്ധിയോടുകൂടി ദൃഢതയോടുകൂടി ധ്യാനിക്കുന്നവന് ദേവി തന്നെ കൂട്ടി നിൽക്കുന്നു. കാരണം ദേവിക്ക് തൻ്റെ ഭർത്താവിനെ കാണാനുള്ള ആഗ്രഹവും ധൃതിയും അധികമാണ്. അതുകൊണ്ട് സാധകൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ് ആക്ച്വലി പരാശക്തിക്ക് സാധകന് വലിയൊരു ഉപകാരമാണ് ചെയ്തു കൊടുക്കുന്നത്. ശക്തിയെ ശിവന്റെ ദ്വാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശിവശക്തി സംയോഗത്തെ ചെയ്യിപ്പിക്കുന്നു. ഇത് വലിയൊരു ധർമ്മമാണ് അല്ലേ? സ്ത്രീ പുരുഷ സംയോഗം എന്ന് പറയുന്നത് ഒരു അതിവിശേഷമായിരിക്കുന്ന ഒരു കർമ്മമാകുന്നു. അതിനെ ഇക്കാലത്ത് വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും കാട്ടിക്കൂട്ടുകയും എല്ലാം ചെയ്ത് അതിനെ പവിത്രത കളയുകയാണ് ചെയ്തത്. നോക്കിക്കോളൂ, എത്ര വലിയ വലിയ മന്ത്രങ്ങളിലും സ്ത്രീവശ്യാം എന്ന് പറയപ്പെടുന്ന പ്രയോഗങ്ങളാണ് കാണാൻ സാധിക്കുക. അത് ഈ മന്ത്രത്തിലായി ഈ സൗന്ദര്യലഹരിയിലുമുണ്ട്, ദേവി മഹാത്മ്യത്തിലുമുണ്ട്, ദേവി ഭാഗവതത്തിലുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും തന്ത്രമന്ത്ര യന്ത്രങ്ങളിൽ എല്ലാത്തിലും കാണാൻ സാധിക്കുന്ന ഒരു വിശേഷമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ പറയേണ്ട ആവശ്യം? കാരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുണ്ടലിനി യോഗം എന്ന് പറയപ്പെടുന്നത് 3 വിധത്തിലാണ് അനുഭവമായി തീരുന്നത്. ഒന്ന്, യോഗാഭ്യാസം വഴി യോഗി ഹതയോഗത്തിലൂടെയോ അല്ലെങ്കിൽ സമയാചാര പൂജകൾ വഴിയോ എല്ലാം ചെയ്ത് അന്തർധ്യാമിയായി അനുഭവിക്കുന്നു. 2, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശുപാർശ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സ്പെഷ്യൽ ഗ്രാൻഡ് അല്ലെങ്കിൽ ഗുരു എന്ന് വെച്ചാൽ ഇവിടെ കുണ്ടലിനി യോഗം അനുഭവിക്കുന്ന ഒരു ഗുരു. സാധാ ഒരു എന്താ പറയുക, ഈ കാവ്യവേശി ഉടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ച് തുളസിമാരായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ രുദ്രാക്ഷമായിട്ട്, അതല്ല, അങ്ങനെയൊന്നും ഗുരുവാകാൻ പറ്റില്ല. അവരൊന്നും ഗുരുവല്ല, അവരൊക്കെ ആചാര്യന്മാരാണ്. ഈ കുണ്ടലിനി യോഗാഭ്യാസിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ കുണ്ടലിനി എണീപ്പിക്കാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗ്രാൻഡ് അനുഗ്രഹമാണ്. ഇത് 2ാമത്തെ മാർഗം. 3ാമത്തെ മാർഗം പരോക്ഷാനുഭൂതി എന്ന് പറയപ്പെടുന്നു. ഭക്തിയിലൂടെ ഭഗവാനെ പ്രാർത്ഥന ചെയ്ത് ഭക്തി പരവശനായിരിക്കുന്ന ഭക്തിയിലൂടെ കുണ്ടലിനി പെട്ടെന്ന് എണീക്കും. അപ്പോഴും ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ട്. ഗുരു അല്ലെങ്കിൽ അതായത് ഗുരു എന്ന് വെച്ചാൽ ഇവിടെ കുണ്ടലിനി അഭ്യാസം ചെയ്യുന്ന ഗുരു, അവർക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ല. കുണ്ടലിനി എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും, ശരീരത്തിൽ എന്തെല്ലാം വ്യത്യസ്തങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതെല്ലാം നമുക്ക് വ്യാഖ്യാനം ചെയ്യാം, പറഞ്ഞു കേൾക്കാം, പഠിക്കാം, വായിക്കാം, എല്ലാം ചെയ്യാം. ആ അനുഭവം എന്ന് പറയപ്പെടുന്നത് ഒരു പ്രത്യക്ഷമായ അനുഭവമാണ്, ഒരു ഭയങ്കര അനുഭവമാണ്. അത് ആ സമയത്ത് തന്നെ പ്രോപ്പറായ ചാനലിൽ കൂടി കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവർ പ്രാന്തന്മാരാവും. അങ്ങനെ ഒത്തിരി ആളുകളുടെ റോളിൽ കിടന്ന് നടക്കുന്നത് കാണാം നമുക്ക്. ഇത് ഈ കുണ്ടലിനി ശക്തി എണീറ്റിട്ടുള്ള അതിനെ നിയന്ത്രിച്ച് മേൽപോട്ട് കൊണ്ടുപോകാൻ അറിയാതെ വന്ന സാഹചര്യങ്ങളിലാണ് അവരെല്ലാം നാശമായി പോകുന്നത്. പിന്നെ ഒരു മാർഗം പറയുന്നുണ്ട്, ഇത് അധമമാർഗം എന്നാണ് പറയപ്പെടുന്നത്, 4ാമത്തെ മാർഗം. അതാണ് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ
അപ്രാകൃതമായിരിക്കുന്ന രീതിയിൽ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെയും ഈ കുണ്ടലിനി ശക്തിയുടെ പ്രഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ക്ലൈമാക്സ്, അതിൽ അനുഭവിക്കുന്ന ആ സുഖം, അത് വെറും അധമമാകുന്നു, ലീസ്റ്റാണ്. അപ്പോൾ ഉന്നതമായിരിക്കുന്ന തത്വം എത്ര സുഖമായിരിക്കും, എത്ര വലിയ സുഖമായിരിക്കും. അതാണ് കുണ്ടലിനി ശക്തിയുടെ മഹത്വം. അങ്ങനെയുള്ള കുണ്ടലിനി ശക്തി അഭ്യാസം ചെയ്യുമ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം എന്നുള്ള രണ്ടാമത്തെ ചക്രം ആരോഹണ ക്രമത്തിൽ, അവരോഹണ ക്രമത്തിൽ നാലാമത്തെ ചക്രം, അവിടെ ഇരുന്ന് ആദിശങ്കര ഭഗവത്പാദ പരാശക്തിയുടെ ലീലാവൈഭവങ്ങളെ മനസ്സുകൊണ്ട് തന്നെ കണ്ട് എന്ത് എഴുതണം, എങ്ങനെ രചിക്കണം എന്ന് ആലോചിക്കുമ്പോൾ പരാശക്തി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലൂടെ അയച്ചു കൊടുക്കുകയാണ് ഈ മെസ്സേജ്. ആ മെസ്സേജാണ് തവസാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിതതം തമീഡേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യഥാ ലോകേ ലോകാൻ ദഹതി മഹതീ ക്രോധകലിതേ ദയാർദ്രായാ ദൃഷ്ടി ശിശിര ഉപചാരം രചയതി. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.